ദശാവതാരത്തിലെ മത്സ്യാവതാരത്തിന്റെ കഥയാട്ടോ. പണ്ട് മനുകള രാജാവായിട്ടുള്ള സത്യവ്രത് ഓഷനിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ആ സത്യവ്രത്തിന്റെ കയ്യിൽ ഒരു ചെറിയൊരു മീന് വന്നു. എന്നിട്ട് മീന് പറഞ്ഞു, എന്നെ നിങ്ങളെ കൂടെ കൊട്ടാരത്ത് കൊണ്ടുപോകുമോ ചോദിച്ചു. അപ്പം ഈ രാജാവ് ഈ മീൻ ഒരു ചെറിയ പാത്രത്തിൽ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പം ഈ മീൻ ആ പാത്രത്തിന്റെ സൈസായി. അപ്പം വേറെ വലിയൊരു പാത്രത്തിലിട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിന്റെ സൈസായി. അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ മാറ്റുന്നതിന് ഈ മീന് ആ പാത്രത്തിന്റെ അത്ര വലുതാവാൻ തുടങ്ങി. അങ്ങനെ മീനിനെ തിരിച്ച് ഓഷനിൽ കൊണ്ടുപോയി ഇട്ടപ്പം ഈ മീന് മഹാവിഷ്ണുവായി മാറി. അതായത് മത്സ്യാവതാരമായിട്ടുള്ള മഹാവിഷ്ണുവായി മാറിയിട്ട് പറഞ്ഞു, ഒരു വലിയൊരു ഫ്ലഡ് വരാൻ പോകുന്നുണ്ട്. അപ്പം വലിയൊരു ബോട്ടില് സപ്തഋഷികളും വേദങ്ങളും സീഡ്സും ഔഷധങ്ങളും എല്ലാ സ്പീഷ്യൽ ആനിമൽസിനും കേട്ടിട്ട് എന്താ പറയുക, എൻ്റെ പുറത്തുള്ള ഈ കൊമ്പില് വാസുകി എന്ന് പറഞ്ഞൊരു പാമ്പ് ഉണ്ടാവും. ആ പാമ്പിനെ കെട്ടിയിട്ട് നിങ്ങൾ ഫ്ലഡ് രക്ഷപ്പെടുന്നു. അങ്ങനെയാണ് മത്സ്യാവതാരം ഹ്യൂമാനിറ്റീനെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ കഥ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു നോവാസ് ആർക്കായിട്ടൊരു സാമ്യം തോന്നില്ലേ? അതാ പറയണത്, നമ്മളെല്ലാവരും ഒന്നാണ്. ഈ റിലീജിയനൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്.